ഡബിൾ എഞ്ചിന്റെ അഴിമതി വിരുദ്ധ മുഖം മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സംഘി ചാനലായിട്ടുള്ള അല്ലെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിയും നിലവിൽ BJP MLA യും കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ പറയുന്നു, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ അഴിമതി വിരുദ്ധ മുഖമാണ് നിങ്ങൾ കാണേണ്ടത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉജ്ജയിനി എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ 168 ഏക്കർ അനധികൃതമായി വാങ്ങിക്കൂട്ടിയ അഴിമതി വിരുദ്ധ മുഖം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഭൂമി ഇടപാട് കുരുക്കിലായ വാർത്തയിലേക്കാണ്. സർക്കാർ വൻ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന ഉജ്ജയിനിൽ മോഹൻ യാദവും കുടുംബവും ഭൂമി വാങ്ങിക്കൂട്ടിയെന്നുള്ളതാണ് കണ്ടെത്തൽ. മോഹൻ യാദവ്, ഭാര്യ, മകന്റെ ഭാര്യ, അടുത്ത ബന്ധുക്കൾ എന്നിവർ കോടികൾ വിലമതിക്കുന്ന 168 ഏക്കർ ഭൂമി 2023 മുതൽ വാങ്ങി. ഇംഗ്ലീഷ് ദിനപത്രമാണ് ഈ അന്വേഷണാത്മക റിപ്പോർട്ടിലൂടെ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഡബിൾ എഞ്ചിൻ സർക്കാർ വരട്ടെ വരട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എതിർ ശബ്ദങ്ങളില്ലാതെ സാധാരണക്കാരന്റെ ഉൾപ്പെടെ പൊന്നും വിലയുള്ള ഭൂമികൾ മുഖ്യമന്ത്രി, ഭാര്യ, മരുമകൾ തുടങ്ങി കുടുംബം എല്ലാം കൂടി ചേർന്ന് വാങ്ങിക്കൂട്ടുകയാണ്. സാധാരണക്കാർക്ക് നോർത്ത് ഇന്ത്യയിൽ പോയ തല ചായ്ക്കാൻ ഇടമില്ല. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ സ്വത്തായിട്ടുള്ള ഭൂമി മുഴുവൻ ഇവർ തന്നെ കൈയടക്കിക്കൊണ്ട് പോകുന്നു എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ്. ഇത്തരം ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷവും കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ വലിയ ചർച്ചകളുണ്ടോ? വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ഇടങ്ങളിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയ അഴിമതി എത്ര തീവ്രമാണെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ടതുണ്ട്. രാജ്യത്താകമാനമുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷകളിൽ മുഴുവൻ അഴിമതി. സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അവിടങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി സ്വന്തം കുടുംബത്തിലേക്ക് വാങ്ങിച്ചു കൂട്ടുന്നു. ഏത് പണമെടുത്ത്? നികുതി പണമെടുത്ത്. ഇങ്ങനെ രാജ്യത്താകമാനം എവിടെയെടുത്ത് പരിശോധിച്ചാലും സംഘപരിവാർ അധികാരത്തിലുണ്ടോ അവിടെ നടക്കുന്ന കൊള്ളയും അഴിമതിയും എത്ര തീവ്രമാണ് എന്നതിന്റെ തെളിവാണ് ഈ പുറത്തു വരുന്നത്. ഒരു ദേശീയ മാധ്യമം പോയി അന്വേഷിച്ച് കണ്ടെത്തി. കാര്യം ദേശീയ മാധ്യമം മീൻസ് ഒരു പത്രമാണ് അന്വേഷിച്ച് കണ്ടെത്തിയതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ബാക്കി ഗോദി മീഡിയയെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം വാർത്തകൾ ഒരിക്കലും അവർ ടേക്കപ്പ് ചെയ്യാറില്ല. കാര്യം ഈ കട്ടെടുക്കുന്നതിന്റെ ഒരു വിഹിതം അവരുടെ മുതലാളിമാരുടെ കൈവശം കൂടി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ അഴിമതിയുടെയും ഒരു വിഹിതം പറ്റി അവരുടെ പാദസേവകരായിട്ട് ദേശീയ മാധ്യമങ്ങൾ നിലകൊള്ളുകയും ചെയ്യുന്നു. ഏഷ്യാനെറ്റ് ഞങ്ങൾ പരിപൂർണ സംഘികളല്ല, ഞങ്ങൾ സംഘപരിവാറിന്റെ അഴിമതിയും കാണിക്കുമെന്ന തരത്തിൽ ഇത്തരം ഒരു വാർത്ത നൽകുമ്പോൾ അത് ഒരു ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. കേരളത്തിലെ സംഘപരിവാറുകാർ ഇതുപോലെ ഭൂമികൾ വാങ്ങിക്കൂട്ടിയ പലരുമുണ്ട്. ആ നേതാക്കന്മാരുടെ പുറകെ ഒന്ന് ക്യാമറയായിട്ട് പോയാൽ, അല്ലെങ്കിൽ സ്വന്തം മുതലാളിയുടെ പുറകെ തന്നെ ഒരു ക്യാമറയായിട്ട് പോയാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാം. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വാർത്തകൾ കേരളം കണ്ടിരിക്കണം. ഇവർ ഭരിക്കുന്ന ഇടങ്ങളിൽ മുഖ്യമന്ത്രിമാർ തുടങ്ങി ജനപ്രതിനിധികൾ ഒന്നടങ്കമുള്ളവരെല്ലാം അഴിമതിക്കാരാണ്. അവർ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന് ലഭിക്കേണ്ട നികുതിപ്പണവും ആ സർക്കാരിന്റെ ഭൂമിയായിട്ടുള്ളവയെല്ലാം സ്വന്തം കുടുംബത്തിലേക്ക് എത്തിക്കുന്ന ഒരു മായാജാലം കാട്ടുന്നതാണ് ഡബിൾ എഞ്ചിൻ വിസ്മയം.